അടുപ്പ് എത്തിച്ച് ചോറിന് വെള്ളം വെച്ച് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് അതുപോലെ എൻ്റെ കുക്കിംഗ് തുടങ്ങിയാണ്. അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. 5 മണിയായതേ ഉള്ളൂ ഇപ്പോൾ സമയം. അപ്പോൾ ഇന്ന് പുട്ടാണ് നമ്മൾ പൊടിയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി അരച്ചെടുക്കാം. പുട്ട് ഞാൻ വാരി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 2 പേർക്കും കോളേജിൽ പോകണം, 2 മക്കൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് കെട്ടണം. അതാണ് ഇത്രയും വെളുപ്പിനെ എണിച്ച് തയ്യാറാക്കുന്നത്. തോരത്തിന് ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. തോരൻ കൂടെ തയ്യാറാക്കാം. ബീറ്റ്റൂട്ട് തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയാണ് നമ്മൾ വെച്ച് കൊടുക്കാനുള്ളത്. ചെറിയ തീ വെച്ച് കൊടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ പുട്ട് ഇവിടെ എടുത്തിട്ട് അടുത്ത പുട്ട് ഞാനിവിടെ വാരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോരനൊന്ന് തുറന്ന് നോക്കാം. തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നിറച്ച് നമ്മുടെ തോരൻ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ടന് തയ്യാറാക്കാം. ചോറ് വെള്ളം വറ്റിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പുട്ടും ചിക്കൻ കറിയും കട്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാപ്പി. അപ്പോൾ ചോറൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചോറ് ഞാൻ തണുക്കാൻ കോരി വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടുണ്ട്. തോരൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചമ്മന്തി വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ചോറ് ഇതൊന്ന് പൊതിഞ്ഞ് റെഡിയാക്കാം. നമ്മുടെ ചോറ് പൊതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി, തോരന്, അച്ചാറ്, മുട്ട പൊരിച്ചത്. അപ്പോൾ ഒരാൾ 6 മണിക്ക് പോയി കഴിഞ്ഞ് ഇനി 8 മണിക്ക് പോകാനുള്ള ആളിനാണ് ഞാൻ ചോറ് പൊതിയണത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ വിഭവങ്ങളും ഇതാണ്.